സംസ്ഥാനത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഹരിത. അതായത് ഹരിതകർമ്മ സേനയായാലും ഹരിതം പദ്ധതി ആയാലും ഹരിത കേരള മിഷൻ ആയാലും അങ്ങനെ പല പദ്ധതികൾക്കും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഹരിത എന്നുള്ള പേര്. അത് നമ്മൾ പെട്ടെന്ന് ഹരിത എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുക എന്താ? ഹരിതകർമ്മ സേനയിലെ ഏച്ചിമാരുടെ ഒരു ചിത്രം, ആ പച്ചക്കുപ്പായത്തിലുള്ള ഒരു ദൃശ്യം. ഈ ഹരിതയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഹരിത റെസ്റ്റോറൻറ്റ് ടോഡി പാർലർ, അതായത് ഒരു കള്ള് ഷാപ്പ് നടത്തുകയാണ് ഒരു കൂട്ടം ഏച്ചിമാർ. ആരെങ്കിലും വിശ്വസിക്കൂ? അതായത് മൊത്തം കൈകാര്യം മൊത്തം ഏച്ചിമാരാണ്. അപ്പം അങ്ങോട്ട് തള്ളി മറിക്കുന്നില്ല, അകത്ത് പോയിട്ട് തള്ളാം. വാ. എന്തുണ്ട് മുതലാളി വിശേഷങ്ങളൊക്കെ? സുഖം തന്നെ? കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. അല്ല, ഈ കള്ള് ഷാപ്പ് എന്നൊരു വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എങ്ങനെ ധൈര്യം കിട്ടി? ഹസ്ബൻഡ് കള്ള് ഷാപ്പ് നടത്തിയ വർഷങ്ങളുണ്ട്. അന്നേരം അങ്ങനെ ഇവിടെയും തുടങ്ങിയപ്പം, ഇവിടെ റെസ്റ്റോറന്റ് പോലെ തുടങ്ങിയപ്പോൾ ഞാനും ഇവിടെ വന്ന് നിന്ന് അങ്ങനെ കയറിയത്. കൈയടക്കി അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കാര്യങ്ങൾ നടക്കട്ടെ. എങ്ങനെയാ പരിപാടിയൊക്കെ? ലഞ്ച് ബിരിയാണി, കപ്പ, പാൽക്കപ്പ, പൊറോട്ട, ബീഫ്, ഞണ്ട്, കൊഞ്ച്, കണവ, തലക്കറി, എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ ചൈനീസ് ഫുഡും ഉണ്ട്. രാവിലെ 6 മണിക്ക് ഓപ്പൺ ആവും, രാത്രി 11 മണി വരെ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം. കള്ള് ഷാപ്പ് രാവിലെ 8 മണിക്ക് തുടങ്ങും, രാത്രി 8 മണിക്ക്. ഫുൾ ടൈം ഉണ്ട്. ഫുഡും കാര്യമൊക്കെ എവിടെയാ കേട്ടോ? കള്ള് ഷാപ്പ് തൊട്ടപ്പുറത്തും. കള്ള് ഷാപ്പിന് അവിടെയും ഫുഡെല്ലാം കിട്ടും. ഇത് ആണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നല്ലൊരു ആംബിയൻസ്. അതൊരു പഴയ ഒരു തറവാട് വീട്, ഓടിട്ട തറവാട് വീട്. അതിൽ തന്നെ ഇവിടെ കുറച്ച് പേർക്ക് കഴിക്കാം. എല്ലാം റൂമാ. സംഗതി കൊള്ളാം. ഫസ്റ്റ് ടേബിളിൽ കൊടുക്കും. അത് ഏച്ചുമാർക്കൊപ്പം സഹായത്തിന് ചേട്ടന്മാരും ഉണ്ട്. നാടെവിടെ? കുണ്ട്ര. ഒരു ഷെഫ് അല്ലേ? ബാക്കി ഷെഫുമാരായിട്ട് ഏച്ചുമാരും കൂടെ ഉണ്ട്. നമ്മളെന്താ മെയിൻ ഐറ്റം? ഇതെന്താ? ഇത് വേള മീൻ പൊള്ളിച്ചത്. വേള പൊള്ളിച്ചത്. നമ്മൾ ഫിഷ് എന്തൊക്കെയാ പൊള്ളിക്കുക ഇവിടെ സാധാരണ? ഫിഷ് കരിമീനുണ്ട്, നെമ്മീനുണ്ട്, ചെമ്പല്ലിയുണ്ട്, ആവൂലിയുണ്ട്, കാളാഞ്ചി, എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം മിക്കവാറുള്ള മീനുകളെല്ലാം ഉണ്ട്. ഇതിപ്പോ എന്തായിട്ട് കൂട്ടും കാര്യം പറയോ? കൂട്ടുകാര്യങ്ങൾ മീനന്ന് ഹാഫ് ഫ്രൈ ആക്കും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനെയുള്ള മസാലകൾ, കുരുമുളക്, ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ പേസ്റ്റാക്കി വരട്ടി മുകളിൽ മീനിന് മുകളിൽ മസാല ആക്കും. ഓക്കെ. അത് വാഴയിലെ പൊരിക്കും. ഇത് തലക്കറി, പിന്നെ മീൻ തല. പിന്നെ ചേട്ടന് സ്പെഷ്യൽ ആയിട്ട് നേരത്തെ ചിക്കൻ കൊടംപുളി ഇട്ടു. നമ്മൾ മീൻകറി വെക്കുന്ന പോലെ കറി ഉണ്ടാക്കി അതിലേക്ക് ചിക്കൻ ഇടുക. പുളി ഇട്ട കറി ഉണ്ടാക്കി ഈ കൊടംപുളി ചിക്കനിൽ പിടിക്കണം. അരി പുറമേത്തേന് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കും. ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ഫേവറേറ്റ്. കോഴിക്കോട് മഹാറാണിയിലാക്കിയപ്പോൾ പുള്ളിക്ക് വരുമ്പോൾ അതായിരുന്നു. അനു 5 പൊറോട്ട, 2 ചിക്കൻ ഫ്രൈ, 1 ബീഫ് ഫ്രൈ എടുക്കാഴ്ച. ഇപ്പോൾ അപ്പോൾ ഈ കണ്ടത് സാമ്പിൾ മാത്രം കേട്ടോ. ഇനി അകത്ത് ഇനിയുണ്ട്. അപ്പോൾ ഇനി വേറെ ടേബിൾ വേണ്ടി വരും. അത് നമ്മൾ തൽക്കാലം വേണ്ടത് നിർത്തി വെച്ചേക്കുക. പിന്നെ ഇതാണ് ജാജേട്ടൻ. ഇനി തുടങ്ങിയിട്ട് എങ്ങനെയാ ചേച്ചി ഹാൻഡ് ഓവർ ചെയ്തോ? കൈമാറി. ചേച്ചി ഇങ്ങനെ വർക്കൗട്ട് ആക്കി ചേച്ചി? നല്ല രീതിയിൽ. കൂടുതലും ലേഡീസ് ആണല്ലോ, അവരെല്ലാം കൂടെ ഒരു സ്ത്രീകൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമായി മാറി. അപ്പോൾ നമ്മുടെ എക്സാ ലൊക്കേഷൻ ഒരു ജാജേട്ടാ? നല്ലിലെ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് കുണ്ടറയിൽ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട്. എത്ര ഉണ്ടാവും? കുണ്ടറയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ. കുണ്ടറയിൽ നിന്ന് നല്ലില റോഡ്. നല്ലില ഇന്ത്യൻ ഓയിൽ പമ്പ് അല്ലേ? അതെ, ഇന്ത്യൻ ഓയിൽ പമ്പിന് തൊട്ടടുത്താണ് ഹരിത ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഒന്നത് ഇതെല്ലാം മണം വന്നിട്ടേ കൊടംപുളിയുടെ മണം ഭയങ്കര. ഈ നേരത്തെ ചേട്ടൻ പറഞ്ഞ സ്പെഷ്യൽ ഉണ്ടല്ലോ ചേട്ടൻ, ഗിരീഷ് പുത്തഞ്ചേരി ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് കഴിച്ചോട്ട് നൈറ്റാന്ന് പറഞ്ഞത്. മഹാറാണിയിൽ വരുമ്പോൾ കൊടംപുളി ഇട്ട ചിക്കൻ കറി. ഇത് കൊള്ളാം കേട്ടോ. നമ്മളിതിപ്പോ വേളാപ്പായോ പൊളിച്ച്? ഇത് വേളാപ്പാരയാണ്. നല്ല ടേസ്റ്റാണ്. ഇതും പാൽക്കപ്പയും കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റാണ്. ആണ് ഫിഷ് പൊള്ളിച്ചതും പാൽക്കപ്പയും. പൊളി. നല്ല ചൂടും നല്ല സോഫ്റ്റും. തല നെയ്മീനും പിന്നെ 5 കൂട്ടം ബിരിയാണി ഉണ്ടാവും. അതിന് ഫ്രൈഡ് റൈസും. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ
ആർത്തുള്ള ദിവസം കഴിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മൾ തൽക്കാലം കഴിച്ചിട്ട് വിട്ടേക്കും. ഒന്നും പറയാനും വയ്യ, എല്ലാം കഴിക്കും വേണം. വായന കൊതി വന്നിട്ട് രക്ഷയില്ല. അപ്പോൾ തൽക്കാലം വിട്ടേക്കട്ടെ, വീണ്ടും കാണാം. അപ്പോൾ ഒരു ടാറ്റ ബൈ. ടാറ്റ ബൈ.